നിർമ്മൽ രണ്ടുപേർക്കും നമസ്കാരം, സന്തോഷം. ഈ ഒരു ഓണ സീസണിൽ, ഈ വർഷത്തെ ഓണ സീസണിൽ ഞാൻ കോഴിക്കോട് തന്നെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു കോഴിക്കോടിൻ്റെ ഒരു ഓണ രീതികളും കാര്യങ്ങളും മനസ്സിലാക്കുവാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയ, ചോദിച്ചറിയാൻ പറ്റിയ ആൾക്കാർ നിങ്ങൾ രണ്ടുപേരും തന്നെ. അതുകൊണ്ടാണ് നിങ്ങളുടെ രണ്ടിടത്ത് നിന്ന് ഒരു ഉച്ച സമയത്ത് തന്നെ കൊണ്ടുവരുന്നത്. ശരിക്കും ഇങ്ങനെ ഒരു ഓണം ആദ്യമായിട്ടോ ആണല്ലേ? അബുഖാന്റെ കൂടെ സത്യം ആദ്യമായിട്ടല്ലേ? ആദ്യമായിട്ടാ. നമ്മൾ വേറെ ഒരു ഇന്റർവ്യൂവിൽ ഒന്നും നമ്മൾ അങ്ങനെ ഒരുമിച്ചുണ്ടായില്ല. ഇപ്രാവശ്യം ഓണത്തിനും വല്ലാണ്ട് നമ്മൾ ഇന്റർവ്യൂ ഒന്നുമില്ല. ആദ്യത്തെ ഇന്റർവ്യൂ ഓണത്തിന്. അല്ല, എന്താ കാര്യം എന്ന് അറിയോ, ഓണം നമ്മള് വയനാടിന്റെ ഒരു ദുരന്ത അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും ഓണൊക്കെ ഒന്ന് ചുരുക്കി. എന്നിരുന്നാലും അത് വലിയ ആർഭാടം ആഘോഷങ്ങളൊന്നും ഇല്ലാതെ ഓണത്തിന് നമ്മൾ മറന്നു പോകാൻ പാടില്ല. കാരണം എന്താ പറഞ്ഞാൽ നമ്മളെല്ലാ കൊല്ലം ആഘോഷിക്കുന്നതാണ്. ഞാനൊക്കെ എൻ്റെ വീട്ടിൽ ഞങ്ങൾ കുടുംബങ്ങളൊന്നായിട്ട് വന്നിട്ടാണ് ആ ഒരു തിരുവോണത്തിൻ്റെ ദിവസം എൻ്റെ വീട്ടിലാണ് അധികം ഉണ്ടാകുക. എല്ലാവരും പൂക്കളമിടലും അതുപോലെ കുട്ടികൾ കളിക്കുക, അങ്ങനെയുള്ള പരിപാടികൾ, മറ്റേ പല ഗെയിമുകളുണ്ടല്ലോ, ആ വടംവലി അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്തിട്ട് എല്ലാ വർഷവും അങ്ങനെ ചെയ്യലും. ഈ വർഷം നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെ അവിടെ തന്നെയാണ് അവിടെ തന്നെയാണ്. അതെ 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 അതെ. ഞങ്ങളുടെ വീട്ടിലെ എല്ലാ പരിപാടികളും ഒരു പരിപാടിക്ക് പിന്നെ അപ്പം അതുമല്ല, പിന്നെ ഈ ഓണസദ്യ മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ രണ്ടുപേരും മറക്കാനും പറ്റില്ല. കാരണം ഭക്ഷണപ്രിയരായിട്ടുള്ള എൻ്റെ ഏറ്റവും അടുത്ത രണ്ട് സുഹൃത്തുക്കളാണ്. ഭക്ഷണത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ആ ഭക്ഷണം ചില സമയത്ത് അരീക്ഷ എല്ലാ സമയത്ത് വിളിച്ചത് നമുക്ക് ഞാൻ മറ്റേ ഇവിടെ പോയി, ഞാൻ കൊല്ലം വഴിക്ക് പോകുമ്പോൾ ഒരു ഹോട്ടലുണ്ട്, അവിടുന്ന് ഫുഡ് എൻ്റെ അമുക്ക എന്ന് പറഞ്ഞിട്ട് അത്ര ആ രുചി നമുക്കോട് ഫോണിലൂടെ പകർന്നു തരും. ആ സ്വഭാവം തന്നെയാണ്. അതെന്നിട്ട് കുറച്ച് വിക്രയിലാണ് എന്നോട് സംസാരിക്കുക, ലാലേട്ടൻ സംസാരിക്കുന്ന മാതിരി വിളിച്ച് ഫസ്റ്റ് റിംഗ് കോളർ ടോൺ കൂടും കൂട്ടും ഇല്ലാത്ത അതെന്താ വെച്ചാൽ ബാക്കി ഞാൻ പറയണം. അപ്പൊ അത് ഈ ഒരു അവസരത്തിൽ നമുക്ക് ഈ ഓണത്തിനെ കുറിച്ചിട്ട് നമ്മുടെ കോഴിക്കോട് ഓണത്തിന്റെ രീതികൾ, അതുപോലെ നിങ്ങൾ രണ്ടുപേരും സിനിമയിൽ വരുന്നതിന് മുമ്പ് മിമിക്രി പരിപാടികളായിട്ട് വളരെ കാലം മുമ്പ് നിങ്ങൾ രണ്ടാളും ഒത്തുകൂടിയിട്ടുള്ള ഒരു ജീവിതമാണ്. ആ കലാരംഗത്തുള്ള നിങ്ങളുടെ യാത്ര ഒരുമിച്ചായിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് പിന്നെ ആ സമയത്ത് നിങ്ങൾ ഓണം ആഘോഷിക്കൽ എങ്ങനെയാണ്? ആ ഓണത്തിന് നമ്മൾ തിരുവോണം വരുമ്പോഴേക്കും നമ്മൾ ഡ്രസ്സ് എടുക്കലും മറ്റേ പരിപാടികളും വീട്ടിലെ കാര്യങ്ങൾ, അതുപോലെ ഓണസദ്യ ആരൊക്കെ കൂട്ടുകാരൊക്കെ ആയിട്ടുള്ള അതിന്റെ ചെറിയൊരു ചുരുക്കം രണ്ടുപേരും കൂടി ഓരോരുത്തരും മാറി പറഞ്ഞിരുന്നെങ്കിൽ എനിക്കും അറിയാം, ഓഡിയൻസിന് അറിയാൻ പറ്റും. ചുരുക്കം എന്ന് പറഞ്ഞാൽ അന്ന് ഞങ്ങൾ ഓണത്തിൻ്റെ അന്ന് ഞങ്ങൾ പ്രോഗ്രാമിന് പോകും. അന്നൊക്കെ നമുക്ക് ആകെ ഒരു പ്രോഗ്രാമിന് 300, 250, 300ഒക്കെയാണ് പൈസ കിട്ടുന്നത്. പേയ്മെന്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാവും, ആദ്യം ബുക്ക് ചെയ്യാം. അപ്പോൾ കാരണം ആ ഒരു മഴക്കാലം കഴിഞ്ഞിട്ട് ഓണത്തിനുള്ളൊരു 10 ദിവസമാണ് പരിപാടി ഉണ്ടാവും. ആ പരിപാടി എന്ന് പറഞ്ഞാൽ ആ പരിപാടി ഒന്നും ഒഴിവാക്കില്ല. ഞാൻ എത്രയോ സ്ഥലത്ത് ഈ പിന്നെ നമ്മളെ ലയൺസ് ക്ലബ്ബ് പോലുള്ള സ്ഥലത്ത് ഞാൻ മാവേലിയായിട്ട് നിന്നുണ്ട്, 10 ദിവസം നിന്നുണ്ട് മാവേലിയായിട്ട്. അതേപോലെ പിന്നെ മാവേലിയായിട്ട് നിന്നുണ്ട്. ഇവരൊക്കെ ഇങ്ങനെ ഓണാഘോഷത്തിൻ്റെ സദ്യയൊക്കെ കഴിക്കുന്ന സമയത്ത് മാവേലി അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ അങ്ങനെ നടക്കുക. ലാസ്റ്റ് വേറെ സദ്യയും കാര്യങ്ങളൊക്കെ വിഷമുണ്ടാവും. ഇവര് സദ്യ കഴിക്കുന്ന ഇടയിൽ കൂടെ അങ്ങനെ ഒരു മാവേലി വേണം. നമുക്ക് പൈസ അങ്ങനെ നടത്തുന്നുണ്ട്. ഞാൻ 10 മണി മുതൽ ഇവരെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേജിൽ ഒരു പരിപാടി നടക്കുന്നുണ്ടാവും. നമ്മൾ ഈ ഡോറിൻ്റെ അവിടെ ഇങ്ങനെ മാവേലിയായിട്ട് ഇവരെങ്ങനെ സ്വീകരിച്ച് കൈയൊക്കെ കൊടുത്ത് ഇങ്ങനെ പെരുന്നാളുകൾക്ക് കൈ കൊടുക്കുക. 1 മണിയാകുമ്പം സദ്യ തുടങ്ങും. ആ സദ്യന്റെ ഇടയിൽ കൂടിയൊക്കെ നടന്നു. വീട്ടിൽ ഓണാഘോഷിക്കുന്നത് നിങ്ങൾ എപ്പോഴാണ്? അത് പോകുന്നതിന് മുമ്പ് നമ്മൾ ഇതൊക്കെ ഇവരെ ഓണാഘോഷമൊക്കെ എന്ന് പറഞ്ഞാൽ ഈ 10 ദിവസത്തിന്റെ ഈ തിരുവോണത്തിന് മുന്നേ ആയിരിക്കും ഈ ആഘോഷങ്ങളൊക്കെ ഉണ്ടാവുക. ഇവരെ ഓണാഘോഷം ഈ ഇങ്ങനത്തെ ക്ലബ്ബുകളിലെ. അപ്പം നമ്മൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ ഓണത്തിൻ്റെ അന്ന് പ്രോഗ്രാം ഉണ്ടാവും. ആ പ്രോഗ്രാം കഴിഞ്ഞ് പുലർച്ചെ 4 മണിക്ക് 5 മണിക്കൊക്കെ വീട്ടിലെത്തും. അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വാങ്ങാനുള്ള പാലോ എന്തൊക്കെയോ വാങ്ങാനുള്ള ചാക്ക് വാങ്ങിക്കൊണ്ട് കൊടുത്ത് ഉച്ചയ്ക്ക് സദ്യയും കഴിച്ച് നേരെ പിന്നെ അന്ന് പ്രോഗ്രാം ഉണ്ടാവും. നേരെ പ്രോഗ്രാം വണ്ടി കയറി ഇരുന്ന് അന്ന് പ്രോഗ്രാമിന് പോകും. ഇവിടെ മാവേലി ആയാലേ ഞങ്ങൾക്ക് വീട്ടിൽ ആഘോഷിക്കാൻ പറ്റുള്ളൂ. ഓണാഘോഷിക്കണമെങ്കിൽ ഇതെന്താ വരാത്തത്? ഇപ്പൊ ഞാനത് പറയായിരുന്നു. നമ്മൾ ഈ ഓണാഘോഷമൊക്കെ ഇപ്രാവശ്യം നിർത്തി വെച്ച് പറഞ്ഞപ്പം ഒരുപാട് കൊല്ലത്തിൽ ഇങ്ങനെയുള്ള ഇതിൻ്റെ ഉള്ള മറ്റേ തൃശ്ശൂർ ജില്ലയിലൊക്കെ പുലിക്കളി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ലൈഫ് അതിൽ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ശരിക്കും മാനസികമായിട്ട് വലിയ വിഷമം ഉണ്ടാക്കിയത്. അല്ല, ഓണം ഓർമ്മകൾ എന്ന് പറയുന്ന
ഇൻ്റർവ്യൂ ആയിരിക്കും അധികം ഉണ്ടാവുക. ഈ ഓണം ശരിക്കും ഓർമ്മയായി മാറി തുടങ്ങി. ഇപ്പം ഞങ്ങൾ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് തന്നെ കുറച്ച് കഴിഞ്ഞാൽ ഈ മിമിക്രി സമയത്ത് ഇനി അടുത്ത മാസം അത്തം ഇപ്പം തുടങ്ങും കേട്ടോ. അപ്പോൾ അത്തം തുടങ്ങുന്നതിൽ ഞങ്ങൾ പൂത്തറയിടാനുള്ള പരിപാടികൾ പൂവുകളൊക്കെ വാങ്ങി തലേ ദിവസം തുമ്പപ്പൂ പറിച്ച് വെച്ച് അതിൻ്റെ പുലർച്ചെ കയറി ഞങ്ങൾ മലയുണ്ട്, മലയുടെ മുകളിൽ കയറി തുമ്പ പറിച്ച് നേരത്തെ എത്തണം, പുലർച്ചെ എത്തി. അത് മലയുടെ അപ്പുറത്ത് ഭാഗത്തുനിന്ന് ആളുകൾ വന്ന് പറിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഇവിടെ നിന്ന് പൂ പറിക്കണം. ഇങ്ങനെ ഓരോ ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ അടുത്ത ദിവസമാണ് അത്തം തുടങ്ങുന്നത്. അത് ആർക്കെങ്കിലും അറിയും നാളെ അത്തം തുടങ്ങുന്നത്? ഒരു ആളുകൾക്കൊന്നും അറിയില്ല. അതിങ്ങനെ മറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണോ അതിന്റെ അതുമല്ല ഈ അത്തം പത്തോണം എന്നൊക്കെ നമ്മുടെ നേരെ പീടിയെ പോവാണ്, പൂ വാങ്ങാന് വൈകുന്നേരമായി നാളെ പൂ കളക്ട് ചെയ്യണം, പോയിട്ട് അത് കാണാണ്ട് പറക്കണം, ചീത്ത വെക്കും. അതെല്ലാ കുട്ടികളും അടുത്തുള്ള വീടുകളിലുള്ള എല്ലാ കുട്ടികളും ഒരുമിച്ച് പോയിട്ട് നിങ്ങൾ ഈ ഒരു സ്റ്റേജ് പറഞ്ഞു ഇത് നിങ്ങൾ പിന്നെ ഈ മാവേലി ആയി കഴിഞ്ഞാലേ നമുക്ക് ഓണം നടത്താൻ പറ്റുള്ളൂ. ഇതൊക്കെ കഴിഞ്ഞ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ ഓണാഘോഷത്തിന് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളുടെ ഓണാഘോഷ പരിപാടിക്ക് നിങ്ങൾ പോയിട്ട് അതിന്റെ അനുഭവങ്ങൾ എങ്ങനെയാണ്? അത് ഭയങ്കര സന്തോഷമാണ്. അത് വേറൊരു ലെവലല്ലേ വന്നത്? അത് ഇപ്പൊ ഒരു 10-12 കൊല്ലമായിട്ടേ ഉള്ളൂ സംഗതിയിലേക്ക് എത്തിയിട്ട്. അല്ലാതെ ഞങ്ങൾ പിന്നെ ഇവിടെ കോഴിക്കോട് ഈ കണ്ണൂർ തലശ്ശേരി ഭാഗങ്ങളിൽ മിമിക്രിയൊക്കെ അവതരിപ്പിച്ച് നടന്ന് അന്നൊക്കെ ലാസ്റ്റേക്ക് വന്ന് 500 രൂപയ്ക്കാണ് പേയ്മെൻറ്റ്. അത് കഴിഞ്ഞ് മഴവിൽ മനോരമയിൽ കോമഡി ഫെസ്റ്റിവലിൽ വന്ന് അവിടെ നിന്ന് ക്ലിക്കായി 4 ആൾ അറിയാൻ തുടങ്ങി. അവിടെയാണ് നമ്മളെ ഒരു ഇത്. ആ സമയം 500 5000ലേക്ക് 3000 പിന്നെ 5000 പിന്നെ അവിടുന്ന് അങ്ങോട്ടാണ് ഒന്ന് കയറി തുടങ്ങി. പിന്നെ ഞങ്ങളത് ആ സമയത്തൊക്കെ പിന്നെ ഈ 2 ദിവസം ഓണം, ചെറിയ ഓണം, വലിയ ഓണം, ആ സമയത്ത് ഞങ്ങൾ പ്രോഗ്രാം എടുക്കാൻ അങ്ങോട്ട് ഒഴിവാക്കി. അല്ലാത്ത സമയത്ത് പിന്നെ വേറൊരു ഗുണമുണ്ട്, നമുക്ക് ഈ പിന്നെ അതർ കൺട്രീസിലൊക്കെ ഉള്ള ഓണാഘോഷങ്ങൾ ഓണം കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു സുഖമുണ്ട്. 2-3 മാസത്തിനുള്ളിലുള്ള നമ്മുടെ ബാംഗ്ലൂരും സ്ഥലങ്ങളിലൊക്കെ ഓണാഘോഷം പിന്നെയാണ് ഉണ്ടാവുക. പിന്നെ ഓസ്ട്രേലിയ ഓണം കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞതിന് മുന്നത്തെ ഓസ്ട്രേലിയയിൽ പറഞ്ഞിരുന്നല്ലോ മെൽബണില്. പിന്നെ ഈ കോഴിക്കോട് ഓണാഘോഷിക്കുന്നത് എനിക്കൊരു സംശയം, എനിക്ക് അത്ര ക്ലിയർ ആയിട്ട് അറിയില്ല. കോഴിക്കോട് ഈ ഓണാഘോഷം എല്ലാ മതസ്ഥരും ആഘോഷിക്കുന്നില്ലേ? പിന്നെ ഇവിടെ എല്ലാവരും ഒരുവിധ ആളുകളൊക്കെ ആഘോഷിക്കണം. അല്ല, അത് നമുക്കുള്ളൊരു സുഖം. ഈ കോഴിക്കോടിനെ പുകഴ്ത്തി പറയാന്ന് കരുതണ്ട. ഈ മതിലില്ലാത്ത സമയത്ത് തന്നെ ഞങ്ങൾ പെരുന്നാളിൻ്റെ സമയത്ത് ഞങ്ങൾ നോമ്പിന് ബാങ്ക് വിളിക്കാൻ വെയിറ്റ് ചെയ്തു. കാര്യം അവിടുന്ന് ഐറ്റംസുകൾ ഇവിടെ എത്തും നോമ്പ് തുറന്നു കഴിഞ്ഞാൽ. അതേപോലെ തന്നെ നമ്മുടെ സാമ്പാറും അവിയലും പരിപാടികളൊക്കെ ഇവരും പ്രതീക്ഷിക്കും. അത് ഞങ്ങൾ ഇപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ പോകുന്നുണ്ട്. അയൽവാസികളൊക്കെ പിന്നെ ഈ നാട്ടുമ്പുറത്ത് മാത്രമേ ഇങ്ങനത്തെ സംഭവങ്ങൾ കിട്ടും. മറ്റെവിടെയാണുള്ളത്? മറ്റു ഫ്ലാറ്റും കാര്യങ്ങളും അങ്ങോട്ടുള്ള ബന്ധമില്ല. അടുത്ത ആരാ താമസിക്കുന്ന പോലും. അല്ല, ഒരു കാര്യമുണ്ട്, ഫ്ലാറ്റിലും ഓണാഘോഷം ഒരു ദിവസം ഉണ്ട്. ഇപ്പൊ എല്ലാ റെസിഡൻസ് അസോസിയേഷൻ പരിപാടികളും ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. ഇപ്പൊ ഏതായാലും ഈ കൊല്ലത്തെ പിന്നെ ഓണത്തിന് ഇപ്പൊ നിങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടോ അല്ലെങ്കിൽ പുറത്താണോ? വീട്ടില് ഞാൻ പിന്നെ ഇപ്രാവശ്യം ഓണമില്ല, ആഘോഷമില്ല. അച്ഛൻ മരിച്ചിട്ട്. അപ്പം എന്നിരുന്നാലും ഓണത്തിന് മറക്കാൻ പറ്റൂല. ഓണം ഉണ്ടാവും. ഓണത്തിന്റെ പരിപാടിയല്ലേ ഡൽഹിയിലാണ് ഓണാഘോഷം കഴിഞ്ഞിട്ട് ഡൽഹിയിലുണ്ട്. പിന്നെ ഈ ബാബുവേട്ടനാണോ നിങ്ങളെ ഈ ഏറ്റവും കൂടുതൽ പ്രസിദ്ധമാക്കിയത്? ബാബുവേട്ടനാണ് ഞങ്ങൾക്ക് ആദ്യത്തെ ക്ലിക്ക് കിട്ടിയത്. അന്ന് ഞങ്ങൾ കോമഡി ഫെസ്റ്റിവലിന് ഔട്ടായി എന്നുള്ള ഉറപ്പിച്ച് ഞാൻ നാളെ മുതൽ ചാനലിലില്ല എന്നുള്ള ഉറപ്പിച്ചായിരുന്നു. ഞങ്ങൾ വീണ്ടും പുലർച്ചെ 3 മണിക്കൂർ ഷൂട്ട് ചെയ്തിട്ട് മേക്കപ്പ് ചെയ്യുന്നവരും ആർട്ടിൽ കുറച്ച് ആൾക്കാർ മാത്രം ഇരുന്ന് കണ്ട ജഡ്ജസ് ഒക്കെ ഉറക്കം തൂക്കുന്ന സമയത്ത് കളിച്ച ഐറ്റാണ് ബാർബർ ഷാപ്പ്. അത് കയറി ക്ലിക്കായിട്ട് ഞങ്ങൾ അവിടെ സ്ഥിരമായി. അതിലാണ് ഞാൻ ബാബു, ഞാൻ ശശി, ബാബുവേട്ടാന്ന് വിളിക്കണേ ഇവനാ. അതങ്ങോട്ട് ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ എന്താണ് ബാബേട്ടാ ഉറപ്പിക്കലാണ്. അതാണ് അതിന്റെ. ഇതിന്റെ വീട്ടിൽ ഇങ്ങനെ തന്നെയാണോ അല്ലേ? അതിലല്ലേ വീട്ടിൽ ഇങ്ങനെ തന്നെയാണോ? വീട്ടില് നിങ്ങളത് വീട്ടിൽ പോയി ഉറപ്പിച്ചാൽ പറ്റും. ഇത് ഞങ്ങളിവിടെ സ്ഥാപനത്തില്ല അല്ലേ ബാബേട്ട അല്ലേ? ഇയാള് ഒരു കുറച്ച് കിളി പോയതാ.
അപ്പൊ ഇയാളുടെ ഇതാണ് പിന്നെ ഞങ്ങളെ ആ മറ്റേ മഴവിൽ മനോരമയിൽ ക്ലിക്ക് ആക്കി അതൊന്ന് ഞങ്ങൾ അതുപോലെ നിങ്ങൾ കണാരം ചെയ്തോടുകൂടിയിട്ടാണ് കണാരം ചെയ്ത് നിങ്ങളുടെ വലിയ ഉയർച്ച. അതെ അതെ അതെ. അതിലെ കണാരൻ പേര് ഹരീഷിന്റെ കൂടെ കണാരനും കൂടെ പോകും. ഹരീഷ് കണാർ എന്നുള്ള പേര്. പല ആൾക്കാരുടെ വിചാരം നിങ്ങളുടെ വീട്ടിലുള്ള പേരാ, കുടുംബത്തിലെ ചെല്ലക്കിന്റെ അച്ഛന്റെ പേരാണ്. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് ഇന്റർവ്യൂല് എന്റെ അച്ഛന്റെ പേര് കണാറിന്റെ. അപ്പൊ അത്രയും ഇതായിട്ടുള്ള ഒരു ഈ ചില കഥാപാത്രങ്ങൾ നമ്മൾ അത് നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്ത സംഭവങ്ങളാണ് അല്ലേ? ഈ കണാരൻ എന്ന് പറയുമ്പോൾ പഴയ ഒരു മിലിറ്ററി വിടൽ എന്ന് പറഞ്ഞൊരു പഴയ ആളുകൾ കളിച്ചത്. അതിനുശേഷം വിനോദേട്ടൻ കളിച്ചു, വിനോദ ഗോപൂര് കളിച്ചിരുന്നു. അപ്പൊ അത് വിനോദൻ കുറെ കളിച്ച്, ഞാൻ വിനോദൻ ദേവരാജൻ ഞങ്ങൾ മൂന്നാളും കൂടെ അമൃത TV കളിച്ച്. അതിനുശേഷം മഴവിൽ മനോരമയിൽ വന്നപ്പോൾ നമുക്ക് ഇത് ചെയ്യാറുണ്ട്. ഹരീഷ് ആവാതെ ഞാൻ പറഞ്ഞു ഹരീഷ്. അപ്പം ആ സമയം കറക്റ്റ് ദൈവാധീനം കൊണ്ട് ആ ലുക്ക് കൊണ്ടും എല്ലാം ആപ്റ്റ് ഇവൻ്റെ ഇരുത്തം, കാലുമടക്കിയുള്ള അങ്ങനെ ആട്ടിയിട്ടുള്ള ഇരുത്തം, ഇതൊക്കെ അതെങ്ങനെയോ ഇവന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഐറ്റം പോലെയായി മാറി. പല ആളുകളും കളിച്ചതാണെങ്കിൽ ഇവനിലേക്ക് എത്തിയ സാധനം. പിന്നീട് അതിൽ അന്നൊന്നുമില്ലാത്ത കുറേ കൗണ്ടറുകളും പുതിയ അപ്ഡേഷനും പുതിയ പുതിയ കാര്യങ്ങൾ അപ്പം ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ വീണ്ടും ഉൾപ്പെടുത്തിയിട്ട് ഒരുപാട്. അപ്പം അതിൻ്റെ വേറെ തന്നെ വേർഷനായി മാറിയിട്ടുണ്ട്. ഈ സിനിമയിലേക്ക് ഒരാളുടെ ഇതിൽ കൂടെ വന്നത് സിനിമയില് ഞാൻ മറ്റേ അക്കു അക്ബർ സാറെ ഉത്സാഹ കമ്മിറ്റി എന്ന സിനിമയിലാണ്. അതിലും കാണാറുണ്ടായി അതിലും അവരിത് കണ്ടിട്ട് ഇത് കണ്ടിട്ട് അപ്പം പിന്നെ ഇവര് സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സംഭവം അന്ന് അത്യാവശ്യം ക്ലിക്കായി നിൽക്കുന്നത്. അപ്പോൾ ഇവർ ഈ കഥാപാത്രം നമുക്ക് സിനിമയെ കൊണ്ടുവന്നാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് എന്നെ വിളിക്കുന്നത്. ഒരു അങ്ങനെ ഞാൻ മുമ്പേ പോയി കാണുന്ന എന്നോട് പറഞ്ഞ് കാണാരനായിട്ട് ഈ സിനിമയിൽ അങ്ങനെയാണ് എൻ്റെ സിനിമയിലേക്കുള്ള. അപ്പോൾ കോഴിക്കോട് നമുക്കതോടെ പറയാം. കോഴിക്കോട് ഞാൻ കേട്ടിട്ടുണ്ട് മറ്റുള്ള സ്ഥലങ്ങളിലുള്ളതിനേക്കാളും കുറച്ച് കൂടുതലായിട്ട് ഓണസദ്യക്ക് നമ്മൾ സാധാരണ വെജിറ്റേറിയൻ ഓണസദ്യകളാണ് കഴിക്കാറ്. കോഴിക്കോട് ഒരു പ്രത്യേകത, പല ആൾക്കാരും പിന്നെ പല വീടുകളിലും ഓണത്തിൻ്റെ അന്നും നോൺ വെജിറ്റേറിയൻ ഉപയോഗിക്കുന്നവർ, പിന്നെ നോൺ ഉപയോഗിക്കും. നമ്മളിവിടെ സ്ഥലങ്ങളിലൊക്കെ നോൺ ഉപയോഗിക്കും. മീനില്ലാത്ത ഒരു മീൻ പൊരിച്ചത്, ഈ സദ്യ ആവിയിൽ എല്ലാം ഉണ്ടോ? സാമ്പാറൊക്കെ, ഫിഷോ ചിക്കനോ മട്ടൺ എന്തെങ്കിലും ഒരു ഐറ്റം. ഞാൻ പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, പപ്പുവേട്ടന് ഒരിക്കൽ ഞങ്ങൾ ഇതേമാതിരി ആരോ ഒരാളുടെ കല്യാണത്തിന്, ഒരു ഹിന്ദു കല്യാണമാണ്, അപ്പോൾ സദ്യയാണ്. ഊണ് കഴിക്കാൻ വേണ്ടി പോയപ്പോൾ ഞാനും ഉണ്ട്, മാമക്കോയക്കാസും പപ്പുവേട്ടന് ഊണേക്കായിരുന്നു. അപ്പോൾ അടിയിൽ പപ്പുവേട്ടനെ പുള്ളിയുടെ അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് ഒരു പൊതി കൊണ്ട് മേടിച്ചത്. അപ്പോൾ അടിയുടെ 3 വർഷം മീൻ പൊരിച്ചിട്ടുണ്ട്, ഒരു അതുമല്ലേ ചോറിനുള്ളൊരു പൊതി, ഇതില്ല തിന്നാൻ പറ്റൂലടോ അങ്ങനത്തെ അത്ര. അപ്പൊ ഞാൻ പറയാം കോഴിക്കോട് അതൊരു ഇതാണ്, ഒരു മീൻകറി ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ ഈ അമ്പലത്തിലൊക്കെ പരിപാടിക്ക് പോകുമ്പോൾ അത് നമ്മൾ കാസർഗോഡ് ഭാഗത്തൊക്കെ ഞങ്ങൾ കൊടുത്തുള്ള റഷീദൊക്കെ ഉണ്ട്. റഷീദ് ഓരോ ഓംപ്ലേറ്റിലാണ് എങ്ങനെ കഴിക്കാന്ന് സദ്യ കഴിക്കുമ്പോൾ അല്ലേ, ഏതോ കമ്മിറ്റിക്കാരോട് ചോദിക്കുകയും ചെയ്തു, ഏതോ കമ്പനിക്കാരോട് ചോദിക്കുകയും ചെയ്ത് ഒരു ഓംപ്ലേറ്റ് വെജിറ്റേറിയനാണ്. സലീംക്കാർ, നിങ്ങളിപ്പോ ഓരോ ജില്ലയിലും പുതിയ ഹോട്ടൽ ഇങ്ങനെ വന്നോണ്ട് കേട്ടോ. എറണാകുളത്ത് വരാൻ പോണ്ടിട്ടോ. എറണാകുളത്ത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. വയനാടൻ പോത്തുംകാലം എല്ലാ സ്ഥലത്തും കൊണ്ട് കൊടുക്കാനുള്ളവരാണ്. അങ്ങനെയല്ല, നമ്മൾ രുചികരമായ ഭക്ഷണം, അതായത് മാക്സിമം നമ്മൾ ആലോചിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ആലോചിക്കുന്നതല്ല നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ കൂടുതലും ഒരു എന്താ പറയേണ്ടത്, കലർപ്പില്ലാത്ത അല്ലെങ്കിൽ വല്ല കളർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ടേസ്റ്റിന് വേണ്ടി മറ്റുള്ള ഇത് ഉപയോഗിക്കുക, അതൊന്നും ഇല്ലാതെ നല്ല രുചികരമായ ഭക്ഷണം, നാടൻ ഭക്ഷണമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അത് എല്ലാവർക്കും കൊടുക്കുക. ഒരു ബിസിനസ് ആണോ ബിസിനസ് തന്നെയാണോ അല്ല എന്നുള്ളത് ആർക്കും പറയാൻ പറ്റൂല. പക്ഷേ ഇങ്ങനെ ഒരു പേരിടാനുള്ള കാരണം എന്താ ഹോട്ടലിന്? ഇത് 1980s പേരിട്ടത് മകനാണ് ഇതെല്ലാം നടത്തുന്ന ആള്. അപ്പൊ അവന് ഇത് തുടങ്ങാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അവന് ശരിക്കും വേറെ ഫീൽഡായിരുന്നു പഠിച്ചതൊക്കെ. വിഷ്വൽ എഫക്ട്സ് കോഴ്സ് കഴിഞ്ഞ് ബിഗ് ഫ്രെയിംസ് എന്ന് പറഞ്ഞൊരു മീഡിയ ഫാം തുടങ്ങി. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന കൽപ്പറ്റയിലെ ഒരു പഴയ വീട് ഇങ്ങനെ പൊളിയാറായി ഇപ്പോഴത്. അപ്പൊ അത് അതിൽ പോയപ്പോ കണ്ടപ്പോ അവനിങ്ങനെ ഒരു ഐഡിയ തോന്നി, പിന്നെ ഇതൊന്ന് റിനോവേറ്റ് ചെയ്തിട്ട് ഒരു ഹോട്ടൽ റെസ്റ്റോറന്റ് സംഭവം ചെയ്താൽ എന്താന്നുള്ളത് അങ്ങനെ ആലോചിച്ച്. അപ്പൊ അതിൽ അവനുണ്ടായ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ചെറുപ്പത്തില് വളരെ സൽക്കാരപ്രിയനായിരുന്നു. അപ്പൊ ഇവരെ കുട്ടിക്കാലത്ത് ഇവർ കാണുന്നത് കുറെ ആൾക്കാർ വീട്ടിൽ വരും, ഭക്ഷണം കൊടുക്കും നമ്മള്. പിന്നെ എൻ്റെ വാപ്പി അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ശീലം വെച്ച് ഇങ്ങനത്തെ ഈ ഒരു ഭക്ഷണത്തിന്റെ മേഖലയിലേക്ക് വരാന്നുള്ളത്. പിന്നെ വേറെ മാത്രമല്ല,
ഈ പറഞ്ഞൊരു കോൺസെപ്റ്റും കൂടി ഉണ്ട് അവന്. നല്ല പിന്നെ എന്താ കലർപ്പൊന്നും ഇല്ലാത്ത നല്ല ഭക്ഷണം ജനങ്ങൾക്ക് കൊടുക്കുക, അത് റീസണബിൾ റേറ്റിന് കൊടുക്കുക. ബിസിനസ് ആണെങ്കിലും കൂടെ ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പൊ അത് പലതരത്തിൽ പോകുമ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്, നല്ല ഭക്ഷണമായിരുന്നു, അത് പറയുമ്പോൾ ഒരു മനസ്സുകൊണ്ട്. നമ്മളിപ്പോൾ സിനിമ അഭിനയിക്കുന്നത്, സിനിമയിൽ പൈസ കിട്ടണം, നമുക്ക് പൈസ ആവശ്യമാണ്, പൈസ കിട്ടും, അത് വാങ്ങിയൊക്കെ വെക്കും. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞാലും ആ സിനിമ ഇറങ്ങിയിട്ട് അതിനെ പറ്റിയിട്ട് നല്ല അഭിപ്രായം, നമ്മളെ അഭിനയത്തിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ അതിന്റെ ഒരു സംതൃപ്തി അത് വേറെ ഉണ്ട്. അതിപ്പോ ആ പൈസ ഒന്നും അതിന് കണക്കാക്കാൻ പറ്റും, അല്ലേ? ശരിയല്ലേ? അതേമാതിരി തന്നെയാണ് ഇത്. പിന്നെ ഒരു സേവനം അത് കൂടിയാണ്. നമ്മൾ ഇതൊക്കെ ചെയ്തിട്ടാണെങ്കിലും ആൾക്കാർക്ക് നല്ല ഭക്ഷണം കൊടുക്കുക, മാക്സിമം നന്നായിട്ട് ഏറ്റവും ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ പിന്നെ ഒരു റീസണബിൾ റേറ്റിന് കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു കൺസെപ്റ്റിലാണ് തുടങ്ങിയത്. 12 വർഷമായി ഇപ്പോൾ അവിടെ വയനാട് തുടങ്ങിയത്. ഇവിടെ കാലിക്കറ്റിൽ 2 വർഷമാണ്. ഇപ്പൊ ഈ മാസം 2 വർഷം തികഞ്ഞു. എറണാകുളത്ത് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പനമ്പള്ളി നഗറിൽ അടുത്ത സ്റ്റാർട്ട് ചെയ്യും. അപ്പം നമുക്ക് ഓരോ എല്ലാ സ്ഥലങ്ങളിലും അബുക്ക നല്ല ഫുഡ് ആസ്വദിക്കുന്ന ആളല്ലേ മമ്മൂക്കല്ലേ? അബുക്ക പിന്നെ അബുക്ക ഫുഡെല്ലാം കഴിക്കുകയും അത് ഒരിക്കലും ഒഴിവാക്കുകയും ചെയ്യും. നമ്മള് നാളേക്ക് വേണ്ടി സ്റ്റോർ ചെയ്യുന്നത് മാത്രമേ ഒരുമിച്ച് ഏതാണ് കൊല്ലം ബ്രൈറ്റില്ലേ? ഞങ്ങൾ മട്ടൻ കഴിക്കാൻ കോഴിക്കോട് ഞങ്ങൾ കണ്ടുമുട്ടുന്നത് ഫസ്റ്റില് മീറ്റ് ചെയ്യുന്നത് മുത്തുക എന്ന് പറഞ്ഞ സിനിമ. അപ്പൊ ഇപ്പൊ പറയുന്ന ആ അതില് ബാബുഖാന്റെ ആ ക്യാരക്ടർ പ്ലീസ് നല്ല അത് നല്ല രസമുള്ള ഒരു സൂട്ടൊക്കെ ഇട്ട് വന്ന് ഭയങ്കര ഉഷാറായിട്ടാണ്. പക്ഷെ ആള് ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം സിറ്റുവേഷൻ കോമഡീസ് ആണ്. ഓ അടിപൊളി. അബുക്ക ഇപ്പൊ ഇറങ്ങാനിരിക്കുന്ന മൗസിന്റെ കൂട്ടത്തില് വെറൈറ്റി ക്യാരക്ടറാണ് മൗസിൻ പറഞ്ഞിരുന്നു. അതിന് നല്ല ഇതിപ്പോ പൈങ്കിളി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സജിൻ ഗോപു അമ്പാൻ നായകനായിട്ട് അമ്പാന്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത് അടിപൊളി വേഷമാണ്. പിന്നെ ഖാലിദ് റഹ്മാന്റെ ബോക്സിംഗ് പടത്തില് ആലപ്പുഴ ടീമിന്റെ കോച്ചായിട്ട് മോൻ അഭിനയിക്കില്ലേ? മോനും ഉണ്ട്, സാനും ഉണ്ടായില്ലേ. പിന്നെ ഇതിപ്പം എന്താണ് AK സാജൻ ഒരു പടം എന്നെ ഹീറോ ആയിട്ട് ചെയ്യാൻ പോകുന്നു നായകനായിട്ട്. അത് പിന്നെ ആർണോൾഡ് ശിവശങ്കർ പടത്തിൽ ഫോട്ടോ ഇല്ലേ ശിവശങ്കറിന്റെ കൂടെ? ശിവശങ്കറിന്റെ കൂടെ ആർണോൾഡിന്റെ കൂടെ. അപ്പൊ അതില് ബോഡി ബിൽഡറാണ്, റിട്ടയർഡ് പോലീസ് ഓഫീസർ, ആർണോൾഡിന്റെ ആരാധകനാണ്. അപ്പൊ ലൈഫിൽ അബുദലീബിന്റെ എല്ലാ കാര്യവും ഉണ്ട്. പക്ഷെ സിനിമയില് അത് ശിവശങ്കർ. അത് പിന്നെ ഐ എന്ന് പറഞ്ഞ പടത്തിന്റെ ഓഡിയോ ലോഞ്ച്. അപ്പൊ ആ സമയത്ത് വിക്രം വിളിച്ചു പറഞ്ഞിട്ട് അങ്ങനെ അവിടെ പോയി മീറ്റ് ചെയ്തു. അപ്പൊ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു, അത് സാധിച്ചു അവിടെ. അങ്ങനെയാണ് ആർണോൾഡിനെ വലിയൊരു ജീവിതത്തിലെ വലിയൊരു അനുഭവമായിരുന്നു. അതിലൊക്കെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ ചില കാര്യങ്ങൾ വല്ലാതെ മനസ്സുകൊണ്ട് തൊട്ട് ആഗ്രഹിച്ചിട്ടാൽ അത് നടക്കും, അതിന് യാതൊരു സംശയവും. അപ്പൊ ഹോട്ടൽ അങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ നമ്മളിപ്പോ ഈ ഓണത്തിന് സദ്യ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ പുറത്തേക്ക് ഡെലിവറി ഉണ്ട്. പിന്നെ മാത്രമല്ല അന്ന് കഴിക്കാവുന്ന എല്ലാ ഇഷ്ടംപോലെ ആൾക്കാർക്ക് എല്ലാ ഐറ്റംസോട് കൂടിയിട്ടുള്ള. പിന്നെ നിങ്ങൾ പറഞ്ഞ് ഇനി അങ്ങനെ വേണമെങ്കിൽ അതുകൊണ്ട് രൂപത്തില് സാധാരണ രീതിയിൽ തന്നെ ഞങ്ങളെ ഇവിടുന്ന് ലഞ്ച് എന്ന് പറയുന്നത് ഒരു സദ്യ തന്നെയാണ്. 19 ഐറ്റമുള്ള ഫുഡാണ് കൊടുക്കുന്നത്. ഓണത്തിനാകുമ്പോൾ ഒന്നും കൂടി ഒന്ന് വിപുലീകരിച്ച് നല്ല സദ്യ കൊടുക്കാനുള്ള പരിപാടിയാണ്. ഓണത്തിന് ഉണ്ടാവും. അപ്പൊ എല്ലാവരും വരണം, എല്ലാവരും വന്ന് നല്ല ഓണസദ്യ ഒക്കെ കഴിച്ച് നമുക്ക് ഇന്ന് മുതൽ തുടങ്ങാം. ഓണസദ്യ സ്റ്റാർട്ട് ചെയ്യണം. ആയിക്കോട്ടെ. ഉദ്ഘാടനത്തിന് ഞാൻ വന്നിരുന്നു ബേസിൽ. അത് ഞങ്ങളെ കഠിനകടോരം അണ്ടകടാകം നടക്കിയിരുന്നു അവിടെ. അതെ അതെ, ഈ മോസിന്റെ മോസിന്റെ നല്ല മൂവി അതില്ലേ? അന്നായിരുന്നു മോസിന്റെ പടം ബീച്ചില്. ഞാനും ഫാമിലി നിങ്ങളുണ്ടല്ലോ. നിങ്ങൾ ഈ പണ്ടത്തെ സ്വിച്ചൊക്കെ അതേപോലെ നൊസ്റ്റാൾജിക് ഫീലാണ് നമ്മൾ. അതൊക്കെ ഇപ്പോഴത്തെ ഇങ്ങനെ വാങ്ങാനുണ്ട്. ബോംബെയിലും ഇവിടെയൊക്കെ പോയിട്ട് വാങ്ങിക്കുന്ന മകനാണ് അതിന്റെ. ഫിഷിന്റെ സ്പെഷ്യൽ പരിപാടികളുണ്ടോ? ഫിഷ് എല്ലാ ഐറ്റവും പുതിയ അതിന്റെ റെസിപ്പികളൊക്കെ മാറ്റിയിട്ട് ഓരോ ഐറ്റം പൊരിച്ചതുണ്ട്. പിന്നെ എല്ലാതരം ബിരിയാണിയും ഉണ്ട്. മീൽസ്, സദ്യയോടുകൂടിയിട്ടുള്ള മീൽസ്,
പിന്നെ മീൻ കൂട്ടി കഴിക്കാം എല്ലാ ഐറ്റവും. വയനാട്ടിലെ ഹോട്ടലിലെ ഒരുവിധം ആർട്ടിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടാവല്ലോ അല്ലേ? അവിടെ മമ്മൂക്ക വന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? മമ്മൂക്ക പല പ്രാവശ്യം വന്നിട്ടുണ്ട്. മമ്മൂക്ക ഇവിടെ വന്നിട്ടില്ല, ഇവിടെ അടുത്ത് വരുന്നുണ്ട്. ശരി. കുത്തമ്മണ സമയത്ത് മമ്മൂക്കെ അബുക്കയൊക്കെ ഒരുമിച്ചായിരുന്നു ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ മമ്മൂക്ക ശരിക്കും ആസ്വദിച്ചിരിക്കും അബുക്ക കഴിക്കുന്നത് അല്ലേ? ഭക്ഷണം സ്കിപ്പ് ചെയ്യലൊന്നുമില്ല, ജിമ്മ് ഇങ്ങനെ? ഇല്ല, ഞാൻ ഭക്ഷണം എൻ്റെ കോമ്പറ്റീഷൻ പീരീഡിലൊക്കെ നന്നായിട്ട് ഭക്ഷണം കഴിക്കുക. പ്രോട്ടീൻ പൗഡർ കഴിക്കും? ഇല്ല, ഞാനൊരു സപ്ലിമെൻ്ററി ആയിട്ട് ഒരു ഫുഡും കഴിച്ചില്ല. എൻ്റെ കോമ്പറ്റീഷൻ പീരീഡിൽ ഞാൻ നാച്ചുറൽ ആയിട്ടുള്ള നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടെയുള്ള പ്രോട്ടീൻ കൂടിയ സാധനങ്ങൾ കഴിച്ചുകൊണ്ടാണ് ഞാൻ കഴിക്കുന്നത്. ചോറ് കഴിക്കും? ചോറൊക്കെ കഴിക്കും. ചോറൊക്കെ പക്ഷെ അതിൻ്റെ അളവ് കുറയുന്നു മാത്രം. പക്ഷെ നമ്മൾ കൂടുതൽ കഴിക്കുന്നത് ഇറച്ചി, മുട്ട, പാല്, പഴം അങ്ങനെയൊക്കെയാണ് കഴിച്ചിരുന്നത്. അത് കഴിക്കും. പിന്നെ ആ സമയത്തൊക്കെ ഞാൻ വിശ്രന്തി കിട്ടുന്ന 84 പ്രാക്ടീസ് ചെയ്ത് കാലത്ത് 3 മണിക്കൂർ, വൈകിട്ട് 3 മണിക്കൂർ, അങ്ങനെ 6 മണിക്കൂർ ഡെയിലി പ്രാക്ടീസാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഫുഡും കഴിക്കും. ആ ഫുഡ് കഴിച്ച് അത് ദഹിപ്പിച്ച് എന്നിട്ട് മസ്കുലർ ആക്കും. ഈ സപ്ലിമെൻ്ററി ഫുഡൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴാണ് അതൊക്കെ വന്നത്. പിന്നെ അതിന് വലിയ കുഴപ്പമൊന്നുമില്ല. സപ്ലിമെൻ്ററി ആയിട്ട് അതിൻ്റെ എന്താ പറയുക പ്രോട്ടീൻ അധികമുള്ള സംഭവങ്ങൾ അങ്ങനെയുള്ളത് കഴിക്കുന്നതാണ്. പക്ഷേ സ്റ്റിറോയിഡൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ബോഡി ബിൽഡിങ് വളരെ. അപ്പം ഞാൻ ഒരു കഴിഞ്ഞ പ്രാവശ്യം ഒരു ആശംസാ വീഡിയോകൾ എല്ലാവർക്കും വരുമല്ലോ. എനിക്കൊന്ന് ആശംസാ വീഡിയോ തൃശ്ശൂർ നടക്കുന്ന ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻ സ്റ്റിറോയിഡ് ഉപയോഗിക്കാത്ത. അപ്പം അത് എടുത്ത് ഞാൻ പറഞ്ഞത് അപ്പം അങ്ങനെയാണോ സംഭവം? അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എടുത്തു പറയുന്നില്ല. എടുത്തു പറഞ്ഞാൽ എല്ലാ ബോഡി ബിൽഡിങ് അതില്ലാണ്ട് നാച്ചുറൽ ബോഡി ബിൽഡിംഗ് മത്സരം വന്നിട്ട് തൃശ്ശൂർ നടക്കുന്നു പറഞ്ഞൊരു ആശംസ വീഡിയോ അപ്പോൾ കൊടുത്തു തന്നു. അല്ല, അത് ഉപയോഗിക്കുന്ന അതിന് ഒരുപാട് ദോഷങ്ങളുണ്ട്, സൈഡ് എഫക്ട്സ് കൂടുതൽ വരും. നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിനേഴ്സ് അവർ ഉപയോഗിക്കുന്നത് അവർക്കൊരു ബോഡി ബിൽഡർക്ക് ഒരു ഫിസിഷ്യൻ കൂടെ തന്നെ ഉണ്ടാവും. അവർ അയാളുടെ ബോഡി നേച്ചർ എന്താണ്, അതിനനുസരിച്ചുള്ള സാധനങ്ങളും സപ്ലിമെൻ്റ് ആയിട്ടുള്ള സാധനങ്ങളും എല്ലാ സാധനങ്ങളും അതിനനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. അവരുടെ ഹാർട്ട് ബീറ്റ്, പൾസ് റേറ്റ് ഇതൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച്. ഇവിടെ അതൊന്നുമില്ല, കിട്ടുന്ന മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും വില കുറഞ്ഞിട്ടുള്ള സാധനം വെച്ച് ഇതാക്കും. അതൊക്കെ പലതും സ്റ്റിറോയിഡ് ഇല്ലാത്ത ഏതും ഉപയോഗിക്കുന്നത് തെറ്റില്ല. അതൊക്കെ സപ്ലിമെന്ററി ഫുഡ് തന്നെയാണത്. നമുക്ക് വേറൊരു കാര്യം, നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ അന്ന് ഉണ്ടായിരുന്ന ഫുഡിലുള്ള പ്രോട്ടീൻ കണ്ടന്റ് ഒന്നും ഇപ്പോഴത്തെ ഫുഡിലില്ല. ഇപ്പോഴത്തെ ഫുഡിലൊക്കെ കൂടുതലും ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം വളരെ ഈ കെമിക്കൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഇപ്പം ഫ്രൂട്ട്സ് ആണെങ്കിൽ അല്ലെങ്കിൽ വെജിറ്റബിൾസിലൊക്കെ തന്നെ മരുന്നടിച്ചിട്ടുള്ള അതിൻ്റെ വിഷം പോലത്തെയുള്ള സാധനങ്ങൾ വന്നിട്ടാണ് അധിക രോഗങ്ങളും ഉണ്ടാകുന്നത്. അപ്പം അതൊന്നും ഇല്ലാതെയുള്ള ഒരു എന്താ പറയണ്ടത്, നമുക്ക് പിന്നെ സപ്ലിമെൻ്ററി ആയിട്ട് ഫുഡ് എന്തെങ്കിലും ഇല്ലാതെ ഇത് ബിൽഡ് ചെയ്യാൻ കഴിയില്ല. അപ്പം അത് ഉപയോഗിക്കേണ്ടതായിട്ട് വരികയാണ്. ഈ നിങ്ങളെ ബാബുവേട്ടനും ശശി ഉണ്ടല്ലോ, അപ്പൊ എന്തെങ്കിലും നിങ്ങളെ മനസ്സിലൊരു തോന്നിയ ഒരു ഐഡിയക്കുള്ള ഒരു എന്തെങ്കിലും 2 വാക്ക് നമുക്ക് പ്രേക്ഷകർക്കായിട്ടൊന്ന് പറയാൻ? എന്താ പറയാ ബാബേട്ടാ? എന്തേ? അല്ല, ഓണം നാളെ അത്തം തുടങ്ങാണേ. അതിനെന്താ? 10 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഓണാണ്. 10 പിന്നോണെന്നാ. അത് അങ്ങനെ തന്നെയാണല്ലോ എല്ലാ കൊല്ലവും. അപ്പൊ നിങ്ങൾ 10 ദിവസം വീഡിയോ എടുക്കില്ല, നീ വരയ്ക്കൂലേ? 10 ദിവസം എനിക്ക് ഓണത്തിനുള്ള പൈസക്ക് തരുമോ? അല്ലാതെ സ്കൂളിൽ കുട്ടികൾക്ക് പൂട്ടണായിട്ട് ഇങ്ങനെ പൂട്ടിക്കൂടെ? എനിക്കിവിടെ പണിയെടുത്താലല്ലേ പൈസ ഇട്ടുള്ളൂ. അല്ല, പൈസ ഉണ്ടല്ലോ ബോസേ. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഒരു കാര്യം ചെയ്യാം. ഈ 10 ദിവസത്തിനുള്ളിൽ ഒരു ദിവസം വീട്ടും ചോറുന്നണ്ട. എൻ്റെ വീട്ടിൽ നിന്ന് എന്റെ വീട്ടിൽ നിന്നല്ല, നമ്മളെ ആരെയും വീട്ടും ചോറുന്നണ്ട. ഇപ്പൊ അബുസലിക്കാന്റെ ഹോട്ടലുണ്ട് 9080s, അവിടേക്ക് പോവുക. അവിടെ പോവാ. എൻ്റെ ചെലവോ? അല്ല, നിങ്ങളെ ചെലവ്, നിങ്ങളല്ല ഫുള്ള് പൈസ ഉണ്ടാക്കണേ. എന്താണോ ഒരു ദിവസം എനിക്ക് ചെലവ്? ഇന്ത്യയിലെ എവിടെയാന്ന് പൈസ? എനിക്ക് പണിയും തരുമൊന്നും ഇല്ലല്ലോ. അതിന് രണ്ടാളും ചെലവ് ചെയ്യണ്ട. നിങ്ങൾ ഇങ്ങോട്ട് വന്നോളി. 1980s എന്റെ വക അന്നത്തെ സദ്യ നിങ്ങള് ചെലവാ. മൂപ്പര് ഇപ്പോഴും എപ്പോഴും അതേ വയസ്സ് തന്നെയുള്ളൂ. നല്ല മനുഷ്യനങ്ങള്. സാറല്ലേ? ആയിക്കോട്ടെ, പൊളിക്കാം. എല്ലാ പ്രേക്ഷകർക്കും 1980s ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.